NDA എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. +2 വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. +1 വിദ്യാർത്ഥികൾക്കും ഈ എക്സാമിനേഷൻ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇനി എന്താണ് NDA എക്സാമിനേഷൻ? ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലേക്ക് കമ്മീഷൻഡ് ഓഫീസർ ഡെസിഗ്നേഷനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോളൂ. ജൂൺ 9 ലാസ്റ്റ് ഡേറ്റ് ആണ്. ആർക്കൊക്കെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക? 2 ജാനുവരി 2028-നും 1 ജാനുവരി 2011-നും ഇൻ ബിറ്റ്വീൻ ജനിച്ച വിദ്യാർത്ഥികൾക്ക്, കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. UPSC നടത്തുന്ന ഈ NDA എക്സാമിനേഷന്റെ പാറ്റേൺ നമുക്കറിയാം. ഒരു ഇയറിൽ 2 പ്രാവശ്യമാണ് എക്സാമിനേഷൻ. ഇപ്പോൾ ഈ ജൂൺ 9-ന് മുമ്പായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 13-നാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി ഇത് കൂടാതെ അടുത്ത എക്സാമിനേഷൻ ഉണ്ട്. 2026 ഡിസംബറിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. 2027 ഏപ്രിലാണ് ആ എക്സാമിനേഷൻ എഴുതേണ്ടത്. അപ്പൊ ഈ 2 എക്സാമിനേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇതിൽ എലിജിബിലിറ്റി ലഭിക്കുന്നതിലൂടെ അടുത്ത അക്കാഡമിക് ഇയറിൽ +2 കഴിഞ്ഞാൽ നമുക്ക് ആർമി, നേവി, എയർഫോഴ്സിലേക്ക് വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാം. +2 സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നേവി, എയർഫോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ +2 ഏത് സ്ട്രീം എടുത്ത വിദ്യാർത്ഥികൾക്കും NDA എക്സാമിനേഷൻ എഴുതി ആർമി സെക്ടറിലേക്ക് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കും. ഈ NDA എക്സാമിനേഷന് ബോയ്സിനും ഗേൾസിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി NDAയുടെ എക്സാമിനേഷൻ സെപ്റ്റംബർ 13-ന് നടക്കുന്ന എക്സാമിനേഷൻ 2 ലെവലാണ്. ഫസ്റ്റ് ലെവൽ റിട്ടൺ എക്സാമിനേഷനും സെക്കൻഡ് ലെവൽ SSB എന്ന ഇന്റർവ്യൂവിന്റെ സെക്ഷനും വരിക. ആ SSB 5 ഡേയ്സിന്റെ ഇന്റർവ്യൂ ആണ്. അതിനകത്ത് പേഴ്സണാലിറ്റി, മെന്റൽ എബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതൊക്കെയാണ് സെക്കൻഡ് ലെവലിലെ SSBയിൽ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് എക്സാമിനേഷൻ ആണ്, റിട്ടൺ എക്സാമിനേഷൻ, സെപ്റ്റംബർ 13th എക്സാമിനേഷൻ. ഈ എക്സാമിനേഷന് 2 പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് മാത്സ് തന്നെ 300 മാർക്കിന്റെ ഒരു എക്സാമിനേഷനും സെക്കൻഡ് 600 മാർക്കിന്റെ ജനറൽ എബിലിറ്റി പോർഷനും. ഈ ജനറൽ എബിലിറ്റി പോർഷനിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, GK, കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി ഈ പോർഷൻസ് ഒക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഈ ഫസ്റ്റ് ലെവൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ലെവൽ SSB 5 ദിവസത്തെ SSBയും പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പൂനെ ക്യാമ്പസിലേക്ക് 4 വർഷത്തെ കോഴ്സിൽ 3 വർഷം അവിടെ പഠിക്കണം. അതിനുശേഷം 4ാമത്തെ വർഷം ആർമി, നേവി, എയർഫോഴ്സ് ഏത് സെക്ടറിലേക്കാണോ നമുക്ക് സെലക്ഷൻ ലഭിക്കുക അവിടെ സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞാൽ 4 വർഷത്തോടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സേനയുടെ ഭാഗമായി മാറാം. ഇനി NDA എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രിപ്പറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവിടെ ആൽഫ അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആൽഫ അക്കാഡമിയുടെ ഫസ്റ്റ് ലെവലിലുള്ള റിട്ടൺ എക്സാമിനേഷൻ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, GK, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം വരുന്ന ഫസ്റ്റ് ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആൽഫ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാം. ഇനി വരുന്ന സെപ്റ്റംബർ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് ക്ലാസ്സുകളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് സെക്കൻഡ് ലെവലിൽ ഏപ്രിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ട്രെയിനിങ്ങിന് വേണ്ട അസിസ്റ്റൻസ് ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യും. ഇത് കൂടാതെ ഇതിൽ പഠിപ്പിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ NCERT ഓറിയന്റഡ് 11th 12th പോർഷൻസ് ആയതുകൊണ്ട് തന്നെ ആൽഫ അക്കാഡമിയുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം +2-ന്റെ ബോർഡ് എക്സാമിനേഷന്റെ മാർക്കും ഇതിനോടൊപ്പം മറ്റ് കുസാറ്റ്, കീം, JEE പോലുള്ള പരീക്ഷകൾക്കും ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് NDA എക്സാമിനേഷന് ജൂൺ 9-ന് മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ലൊരു പ്രിപ്പറേഷനിലൂടെ വിജയം നിങ്ങളുടേതാക്കി മാറ്റുക. പഠിപ്പിക്കാനും ഏറ്റവും നല്ല ഗൈഡൻസ് തരാനും എല്ലാം ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. രജിസ്ട്രേഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഡൗട്ട്സുകൾക്കും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.